Thank you so much, everybody, this morning. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. I'll try to speak in a way because of the rain outside. I know it's going to be hard for all of us to listen. പുറത്ത് നല്ല അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. കുറച്ച് ശബ്ദം കൂട്ടി സംസാരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. So let me just give a very short exhortation, from God's word. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരെ ചെറിയൊരു മെസ്സേജ് PAP അംഗങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I want to encourage all the youths, all of us youths. I consider myself a youth, so don't worry. ഞാനും ഒരു യൂത്താണ്, യങ്ങാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഒന്ന് എൻകറേജ് ചെയ്യുവാൻ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒന്ന് വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി മാത്രം ഞാൻ രണ്ടു വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. How many of us here are below 80 years old? ഇവിടെ ഉള്ളതിൽ എത്ര പേരാണ് 18 വയസ്സിൽ താഴെയുള്ളവർ? 80 വയസ്സിൽ താഴെയുള്ളവർ ഒന്ന് കൈപൊക്കുവോ? 80 വയസ്സിൽ താഴെ. 80 വയസ്സ്. So all of us are young. എല്ലാവരും യങ് ആണ്, എല്ലാവരും ചെറുപ്പക്കാരാണ്. Okay, so if you were listening to the sermon few minutes back, if you were listening to the preaching few minutes back, കുറച്ചു മുമ്പ് ഇവിടെ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ I mentioned that God's salvation plan is the most important thing in life. ആ പ്രസംഗത്തിൽ ഞാൻ ഒരു കാര്യം ശക്തമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. ദൈവത്തിന്റെ രക്ഷ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് കാണിച്ച രക്ഷ, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. There is nothing more important than that. അതിലുപരിയായിട്ട് പ്രാധാന്യമുള്ള ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ച്, അല്ലെ ദൈവമക്കളെ സംബന്ധിച്ച് വേറൊരു കാര്യവുമില്ല. Now sometimes you might hear people asking you a question, what's your dream in life? ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ, യുവ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ നിങ്ങളുടെ ഡ്രീം എന്താ, നിങ്ങളുടെ ലക്ഷ്യം എന്താന്ന് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. So people say, okay, I want to be a doctor, I want to be a pilot, or I want to be an engineer, നമ്മളെല്ലാം ചെറുപ്പത്തിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ. Or I want to be a businessman in the town. എനിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. Now these are good desires. I'm not saying anything about it. These are good desires. If you have the capacity, may God give you the strength for that. നല്ല തീരുമാനങ്ങളാണ്. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ദൈവം തരട്ടെ, ദൈവം അതിൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. But there is one thing that we learn when we walk with the Lord. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. We understand that there is something more important than all of this. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യം മറ്റ് പല കാര്യത്തിൽ നിന്നും ഒത്തിരി പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ നടക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. And the Bible says God's desire, വചനം പറയുന്നു, God's plan, ദൈവത്തിന്റെ പദ്ധതി for your life, നമ്മളോടുള്ള ദൈവത്തിന്റെ പദ്ധതി, for your life, നിങ്ങളോരോരുത്തരുമുള്ള ദൈവത്തിന്റെ പദ്ധതി, for all of us, എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ പദ്ധതി is to become like Jesus Christ. അത് ശരിക്കും യേശുക്രിസ്തു ഈ ലോകത്ത് വന്ന് നമ്മൾക്ക് കാണിച്ചു തന്ന അതേ പാത നമ്മൾ പിൻപറ്റി ജീവിക്കാനാണ് ദൈവം നമ്മളോടുള്ള പദ്ധതി പറയുന്നത്. There is nothing more important that makes God happy when we ask God for that. Lord, please make me like Christ. ദൈവം ഇതിൽ കൂടുതലായിട്ട് സന്തോഷവാനായിരിക്കത്തില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ജീവിക്കുകയാണെങ്കിൽ, ദൈവം നമുക്ക് കാട്ടിത്തന്ന അതേ ഒരു മാതൃകയിലേക്ക് ജീവിക്കുകയാണെങ്കിൽ അതിൽ വലുതായ സന്തോഷം ദൈവത്തിനില്ല. That's why the Bible says in Ephesians 1:4, God chose us, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു before the foundations of the world. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. For what? എന്തിനു വേണ്ടി? To become holy and blameless. ദൈവത്തെ മഹത്വപ്പെടുത്താനും. To become holy and blameless. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും. No, holy and blameless. Somebody. Holy, വിശുദ്ധനായിരിക്കാനും. നിഷ്കളങ്കനായിരിക്കാനും വിശുദ്ധനായിരിക്കാനും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. That is the reason why God chose us. Or if you can read it out on your Bibles very quickly, that's in that. Yeah, that's enough.
That's enough. പാസ്റ്റങ്ങൾ പറഞ്ഞ പോലെ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് This is God's dream for you, brother. ദൈവം നമ്മളെ പറ്റിയുള്ള പദ്ധതി, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. This is God's dream for you, auntie and sister. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന പദ്ധതി ഈ പ്രകാരം നമ്മൾ ജീവിക്കാനാണ്. വിശുദ്ധരും നിഷ്കളങ്കരുമായി ഇരിക്കേണ്ടതിനാണ്. Everything in this world that we see around is temporary. ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. Can somebody read Hebrews 13 verse 14 very quickly? Hebrews 13 verse 14. 13 verse 14. Anybody who takes it first will get a prize. I won't give the prize anyway. Hebrew. Yes, enough. This world is not our home. ബൈബിൾ വചനപ്രകാരം പറയുന്ന പോലെ ഈ വചനം അല്ലെങ്കിൽ ഈ ലോകം നമ്മളുടേതല്ല. ഇവിടെ നമ്മൾ നിലനിൽക്കും നഗരമില്ലല്ലോ, വരുവാനുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. This should be our mindset. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കേണ്ട കാര്യം. We are all here as strangers and pilgrims on this earth. നമ്മളിവിടെ താൽക്കാലികമാണ്. നമുക്കിവിടെ പരിചയക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ആരുമില്ല. നമ്മളിവിടെ ജസ്റ്റ് ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മളിവിടെ വന്നവരാണ്. If God wants you to be an engineer, do it well. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു എഞ്ചിനീയറായി നിൽക്കാൻ ദൈവം നമ്മൾക്ക് ബലപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആവണം, എഞ്ചിനീയർ ആവുക. Work hard for it. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. Study well for it. നല്ലോണം പഠിക്കുക. If God wants you to be a doctor, do that properly. ദൈവം ഒരു ഡോക്ടർ ആകാനാണ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നല്ലോണം പ്രയത്നിക്കുക. But above all this, അതിലൊക്കെ ഉപരിയായി God's desire is for you and me to become like Christ. ദൈവം നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ലോകത്ത് കാട്ടിത്തന്ന അതേ പ്ലാനിലേക്ക്, അതേ പദ്ധതിയിലേക്ക് നമ്മളായി തീരാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. And he will use your education perhaps in that direction. He will probably allow you to be a doctor so that you can become Christ-like when you serve people. ദൈവം നമുക്ക് ജീവിതത്തിൽ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒക്കെ നമുക്ക് അവസരം തരും. നമ്മൾ അതാകുക. പക്ഷേ അതിൽ കൂടെ അതിനോടുകൂടെ തന്നെ ദൈവം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് കാട്ടുന്ന മാതൃകയിലേക്ക് അതിൽ കൂടെ തന്നെ നമ്മൾ ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, ജോലി ചെയ്യുന്ന കൂടെ തന്നെ ദൈവത്തിന്റെ ദാസനായിരിക്കോ എങ്ങനെ ഇരുന്നാലും അതിൽ കൂടെ തന്നെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. Which means God wants to form the character of Christ in you. Exactly. ദൈവത്തിന്റെ അതേ സ്വഭാവം നമ്മൾ ബിൽഡപ്പ് ചെയ്തു, നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു. നമ്മളെ അങ്ങനെ ആക്കുവാൻ വേണ്ടി ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So everything in this world is temporary. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. When we go to heaven, നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണെങ്കിൽ we will leave our jobs here. നമ്മളിവിടെയുള്ള എല്ലാം ഉപേക്ഷിക്കും. നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം നമ്മളിവിടെ ഉപേക്ഷിക്കും. നമ്മുടെ ജോലി ഇവിടെ ഉപേക്ഷിക്കും. Everything we will leave here. എല്ലാം നമ്മളിവിടെ ഉപേക്ഷിക്കും. And we will only face God naked. Exactly. നമ്മൾ ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. And God will look at you and see where you like Christ or not. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇത്ര മാത്രമാണ്, യേശുക്രിസ്തുവിനെ പോലാണോ നമ്മൾ ആയിരിക്കുന്നത്. So I want to encourage all of you. നിങ്ങളെല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒന്ന് ഓർമ്മപ്പെടുത്താനും പാസ്റ്ററുകൾ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. To have this mindset. ഇതേ മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കുക. ദൈവം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതേ മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കുക. And our prayer should be, Lord, please make me like Christ. Exactly. നമ്മുടെ പ്രാർത്ഥനയും പാസ്റ്ററുകളുടെയും പ്രാർത്ഥനയും അത് തന്നെയായിരിക്കണം. അവസരം തന്ന ദൈവസഭയ്ക്കും PAP അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നുകൊള്ളുന്നു.